കേരളത്തിന് സുപരിചിതമാവുന്ന ഒരു പദമാണ് ഡിജിറ്റൽ സർവേ. മണ്ണും അതിന്മേലുള്ള അവകാശങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് മനുഷ്യനോളം പഴക്കമുണ്ടാവും. മനുഷ്യനും മണ്ണും തമ്മിലുള്ള ബന്ധം വൈകാരികതയ്ക്കപ്പുറം നിലനിൽപ്പിൻ്റേത് കൂടെയാണ്. കാലാന്തരത്തിൽ ഭൂമി എന്നത് അവകാശത്തിൻ്റെയും അധികാരത്തിൻ്റെയും പേരിൽ മുറിക്കപ്പെട്ടു. വ്യക്തിയാധികാരത്തിൻ്റെ കീഴിൽ അവനവൻ്റെ മണ്ണിൻ കഷ്ണങ്ങൾ അതിർത്തികൾക്കുള്ളിൽ നിർണയിക്കാൻ തുടങ്ങി. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ അതിർത്തികളും വേലികളും ഭീമാകാരമായ മതിൽക്കെട്ടുകളും കോട്ടകൊത്തളങ്ങളും ചരിത്രത്തിൽ കാണാം. കേരളം പോലെ ഒരു പ്രത്യേക ഭൂപ്രകൃതിയുള്ള പ്രദേശത്ത് ഭൂമിയിന്മേലുള്ള അവകാശ തർക്കങ്ങളും അതിർത്തി തർക്കങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു. സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ ഭൂമികൾ സർവേ ചെയ്ത് അതിരടയാളങ്ങൾ നിർണയിച്ചിരുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ അതിവേഗം സുതാര്യതയോടെ ആവശ്യക്കാരന് ലഭ്യമാകുന്ന വിധത്തിൽ ഒട്ടുമിക്ക സർക്കാർ സേവനങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയതും പരമ്പരാഗതവുമായ സർവേ രേഖകളുടെ സൂക്ഷിപ്പ് എന്ന കാലങ്ങളായുള്ള സങ്കടത്തിന് പരിഹാരമായി മാറുകയാണ് സർവേ അതിരടയാളങ്ങൾ ഡിജിറ്റലാവുന്ന ഡിജിറ്റൽ റീസർവേ. 2022 നവംബർ 1 ഔദ്യോഗികമായി ഡിജിറ്റൽ സർവേ ആരംഭിച്ചെങ്കിലും 2023 ഓഗസ്റ്റിലാണ് പൂർണ്ണതോതിൽ ഡിജിറ്റൽ സർവേ ആരംഭിച്ചത്. ഘട്ടം ഘട്ടമായുള്ള സർവേ ഉപകരണങ്ങളുടെ ലഭ്യമാക്കൽ, കോൺട്രാക്ട് സർവേയർമാരുടെ നിയമനം, അവർക്കാവശ്യമായ പരിശീലനം, പൊതുജനങ്ങൾക്കാവശ്യമായ ബോധവൽക്കരണം എന്നിവയ്ക്കാണ് ഇത്രയും സമയം ആവശ്യമായി വന്നത്. ഡിജിറ്റൽ സർവേ ജോലികൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള RTK, RETS ഉപകരണങ്ങളുടെ ഉയർന്ന വില കണക്കിലെടുക്കുമ്പോൾ ഈ വിലയേറിയ ആസ്തികൾ സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആകസ്മികമായ കേടുപാടുകൾ കുറയ്ക്കുന്നതിന് ഉപകരണങ്ങൾ എങ്ങനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നും പരിപാലിക്കാമെന്നും സമഗ്രമായ മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട്. ചിട്ടയായ പരിശീലനം സിദ്ധിച്ച ജീവനക്കാർ വളരെ ശ്രദ്ധയോടെയാണ് ഡിജിറ്റൽ സർവേ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നത്. തുടർച്ചയായ മഴയും കൊടും ചൂടും ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ പ്രത്യേക പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്ത് ചുരുങ്ങിയ കാലം കൊണ്ട് ആദ്യഘട്ട ഡിജിറ്റൽ സർവേ ആരംഭിച്ച 200 വില്ലേജുകളിൽ 185 വില്ലേജുകളും രണ്ടാം ഘട്ട 236 വില്ലേജുകളിൽ 19 വില്ലേജുകളും ചേർത്ത് ആകെ 204 വില്ലേജുകളിൽ ഫീൽഡ് സർവേയും പ്രാഥമിക പരാതി പരിഹാരവും ക്വാളിറ്റി ചെക്ക്, ഗവൺമെന്റ് ഭൂമി പുനർനിർണയം എന്നിവ പൂർത്തിയാക്കി. സർവേ അതിരടയാള നിയമത്തിലെ 9(2) പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും 182 വില്ലേജുകളിൽ സർവേ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിച്ചു വരുന്നതുമാണ്. കൂടാതെ കാസർഗോഡ്, കണ്ണൂർ, കോട്ടയം ജില്ലകളിൽ ഉടൻ തന്നെ 3ാം ഘട്ട വില്ലേജുകളുടെ സർവേ ആരംഭിക്കുന്നതുമാണ്. സർവേ വകുപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ചുരുങ്ങിയ കാലം കൊണ്ട് 31 ലക്ഷം ലാൻഡ് പാഴ്സലുകളിലായി 4.34 ലക്ഷം ഹെക്ടർ ഭൂമിയുടെ സർവേ പൂർത്തിയാക്കാൻ സാധിച്ചത്. നിലവിൽ ഡിജിറ്റൽ സർവേക്കായി നിയോഗിച്ചിട്ടുള്ള കരാർ സർവേയർമാർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാരും ഈ അത്യാധുനിക സർവേ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ സജ്ജരാണ്. ഡിജിറ്റൽ സർവേയുടെ ഭാവി ഘട്ടങ്ങൾ കൂടുതൽ വേഗത്തിൽ തീർക്കാൻ കഴിയുമെന്ന് വകുപ്പിന് ആത്മവിശ്വാസമുണ്ട്. ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട ഫീൽഡ് ജോലികൾ 2 വർഷത്തിനകം പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികളാണ് വകുപ്പിൽ സ്വീകരിച്ചു വരുന്നത്. എന്താണ് എന്റെ ഭൂമി പോർട്ടൽ? ഡിജിറ്റൽ സർവേ വേഗത്തിലും സുതാര്യമായും പൊതുജനങ്ങൾക്ക് ഏറ്റവും എളുപ്പം ലഭ്യമാകുന്ന വിധത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള പോർട്ടലാണ് എന്റെ ഭൂമി പോർട്ടൽ. സർവേ നടപടികൾ ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള വിവരങ്ങൾ അതത് സമയം തന്നെ പോർട്ടലിലൂടെ അപ്ഡേറ്റ് ആവുന്നതാണ്. കൂടാതെ സർവേ നടപടികൾ പൂർത്തിയായാൽ ഉടൻ തന്നെ എന്റെ ഭൂമി പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്ത ഒരു ഭൂവുടമസ്ഥന് സ്വന്തം വസ്തുവിന്റെ വശാതിർത്തികളും വിസ്തീർണവും ഭൂവുടമസ്ഥന്റെ പേര് വിവരങ്ങളും ബോധ്യപ്പെടാവുന്നതാണ്. എന്താണ് ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം?
ഡിജിറ്റൽ സർവേയെ തുടർന്ന് എല്ലാ ഭൂമി ഇടപാടുകളിലും ഭൂമിയുടെ സ്കെച്ച് കൂടി ഉൾപ്പെടുത്തി ഏകജാലക സേവനം സാധ്യമാക്കുന്നതിനുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം കൂടി എന്റെ ഭൂമിയുടെ തുടർച്ചയായി ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന വില്ലേജുകളിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ എല്ലാ ഭൂവുടമകൾക്കും ആധികാരികവും കൃത്യവും തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്യുന്നതുമായ ഭൂരേഖാ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. റവന്യൂ, രജിസ്ട്രേഷൻ, സർവേ എന്നീ വകുപ്പുകൾ സംയുക്തമായാണ് ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. ഇതിനാവശ്യമായ സോഫ്റ്റ്വെയർ സംവിധാനം NIC മുഖേന സജ്ജമാക്കി വരുന്നു. 3 വകുപ്പുകളുടെ ഭൂസേവനങ്ങളുടെ സംയോജനം ഏറെ സങ്കീർണമായ ഒന്നാണ്. അതിന് നിരവധി ട്രയൽ റണ്ണുകൾ നടത്തേണ്ടി വന്നു. 2 മാസത്തിനുള്ളിൽ തന്നെ ഈ സംവിധാനം പൂർണ്ണതോതിൽ സജ്ജമാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ ഭൂമി പരിപാലനവും വിനിയോഗവും കൈമാറ്റവും ഒക്കെ ഡിജിറ്റൽ വേഗത്തിൽ ഇനി നടത്തുവാനാകും. സർക്കാർ ഇതര സേവന സംവിധാനങ്ങൾ കാലത്തിനനുസരിച്ച് വേഗത പ്രാപിക്കുമ്പോൾ ഓർക്കുക, രാജ്യത്ത് ആദ്യമായി നമ്മുടെ കേരളത്തിലാണ് ഡിജിറ്റൽ സർവേ എന്ന ചരിത്ര പദ്ധതി നടപ്പിലാക്കിയത്.